നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് മാസം 2-ാം തീയതി, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 19-ാം തീയതി, ശകവർഷപ്രകാരം വൈശാഖ മാസം 12-ാം തീയതി, അതായത് 1947 വൈശാഖ മാസം 12-ാം തീയതി, ഉത്തരായന കാലം, വസന്ത ഋതുവിൽ, ശുക്ലപക്ഷ പഞ്ചമിയിൽ, തിരുവാതിര നക്ഷത്രവും വെള്ളിയാഴ്ചയും വരുന്ന ദിവസം, എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച സർവ്വ ഐശ്വര്യത്തിൻ്റെയും ദിവസമാണ്. പഞ്ചമി ആയതുകൊണ്ട് വരാഹി ദേവിയുടെ ദിവസമാണ്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി തരുന്ന, മഹാലക്ഷ്മി പൂജ ചെയ്യാൻ പറ്റുന്ന, വരലക്ഷ്മി പൂജയൊക്കെ ചെയ്യാൻ പറ്റുന്ന, സർവ്വ ഐശ്വര്യ പ്രാർത്ഥനയും ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. വെളുപ്പോ പിങ്ക് നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ വരാഹി ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. തിരുവാതിരയാണ് നക്ഷത്രം. ഉദയം വന്നിരിക്കുന്നത് 5:51 AM-നും അസ്തമനം 6:21 PM-നുമാണ്. ഇനി രാഹുകാലം 10:32 AM മുതൽ 12:05 PM വരെയും, ഗുളികകാലം 7:24 AM മുതൽ 8:58 AM വരെയും, യമകണ്ഠകാലം 3:13 PM മുതൽ 4:47 PM വരെയും, അഭിജിത്ത് മുഹൂർത്തം 11:41 AM മുതൽ 12:03 PM വരെയും, 12:07 PM മുതൽ 12:29 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമമാകട്ടെ വൃശ്ചിക രാശിക്കാർക്ക്. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മേടത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. ഉദയവും മേടത്തിൽ തന്നെ. ചന്ദ്രൻ മിഥുനം രാശിയിൽ, അതുപോലെ തന്നെ ബുധൻ മീനത്തിൽ, ഗുരു ഇടവത്തിൽ, ശുക്രൻ മന്ദൻ സർപ്പി മീനത്തിൽ, ചൊവ്വ കർക്കിടകത്തിന്, കന്നിയിൽ കേതു, പിന്നെ ഗുളികോദയം ഇടവൻ രാശിയിൽ. അപ്പം ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, വെള്ളിയാഴ്ച ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എല്ലാവിധ ശുഭകാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. സർവൈശ്വര്യത്തിൻ്റെ ദിവസമാണ്. വെളുപ്പോ ചുവപ്പോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, വൈഷ്ണവി ദേവിയെ പ്രാർത്ഥിക്കാം, ഉപവാസം എടുക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിനായിട്ട് നമ്മൾ സർവ്വ ഐശ്വര്യ പൂജയൊക്കെ ചെയ്ത് മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിച്ച് കനകധാരയൊക്കെ ജപിക്കുമ്പോൾ എല്ലാ ഐശ്വര്യവും വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നെയ്ദീപം തെളിച്ച് നാരങ്ങാദീപമൊക്കെ തെളിക്കുക. രാഹുകാലം നാരങ്ങാദീപം ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നെയ്വിളക്കൊക്കെ തെളിച്ച് വെച്ച് കനകധാരയും ലളിതാ സഹസ്രനാമവും ഒക്കെ ചെയ്യുമ്പോൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോൾ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും. അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തെല്ലാം, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്നുള്ള ആ ഒരു മഹാലക്ഷ്മി സ്തുതി ഗായത്രിയാണ്. മഹാലക്ഷ്മി ഗായത്രിയാണ്. അത് ജപിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സർവൈശ്വര്യം ഓം ശ്രീ നമ എന്ന മൂലമന്ത്രവും ജപിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. മേടം രാശിയുടെ ഫലത്തിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നില അല്പം ഇങ്ങനെ ഒരു കേറ്റ ഇറക്കം വരുന്ന ദിവസമാണ്. ഭദ്രമാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവ് വരുന്ന ദിവസമാണ്. ജോലി കാര്യത്തിനായി അല്പം ദൂരയാത്ര ആവശ്യമായി വന്നേക്കാം.
പിതൃസ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുമെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഏറെക്കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് അല്പം ആശ്വാസം കിട്ടുന്ന ദിവസമാണ്. ഏജൻസികൾ വഴിയൊക്കെ നമുക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. സാഹിത്യകാരന്മാർക്കും കലാസാഹിത്യ രംഗത്തൊക്കെ കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് ഇങ്ങനെ സെലക്ഷൻ മെമ്മോയൊക്കെ വരാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് സെലക്ഷൻ മെമ്മോയൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നു. വാഹനങ്ങൾ ക്രയവിക്രയമൊക്കെ ചെയ്ത് അല്പം ധനം സമ്പാദിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ശത്രുശല്യമൊക്കെ ഇല്ലാതാക്കുന്നതിന് ഗുരുതിപുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഉപാസനാമൂർത്തികളോട് ഉപാസനയിലൂടെ വരാഹി ദേവിയൊക്കെ പ്രാർത്ഥിച്ച് സാമ്പത്തിക ഭദ്രത നിലനിർത്തി കിട്ടുവാനായി പ്രാർത്ഥിക്കുക. പ്രമോഷനൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കർമ്മരംഗത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് നന്നായിരിക്കും. മൂകാംബി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചോറ്റാനിക്കര അമ്മയെ മനസ്സിൽ കാണുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ചെറിയ യാത്രകൾ പോലും മംഗളമായി തീർക്കുന്നതിന് ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ തുടങ്ങുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ രാത്രിയിൽ 8 മണി മുതൽ 12 വരെയുള്ള സമയം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം അമ്മയോട് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഉഗ്രവാരാഹിയെ വജ്രഘോഷം ആ അമ്മയുടെ മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഓം ക്രീം ക്രീം സ്വാഹ എന്ന് വെറുതെ ഒരു 108 പ്രാവശ്യം ആ വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം വജ്രഘോഷം വരാഹി ദേവിയെ നമ, ഓം ക്രീം ക്രീം സ്വാഹ, ഓം ക്രീം ക്രീം സ്വാഹ. അപ്പോഴൊക്കെ ആ വരാഹി ദേവി അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 8 മണി മുതൽ 12 മണി വരെയുള്ള സമയം വരെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധി നമുക്ക് പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു നിവേദ്യമൊക്കെ വച്ച് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യ പ്രാർത്ഥനയെ ചെയ്യുന്നതിനായിട്ട് മഹാലക്ഷ്മി അഷ്ടകം ഒരു 3 പ്രാവശ്യമൊക്കെ ചൊല്ലിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. നമ്മൾ അതിലെ ഫലശ്രുതി തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ഏകകാലം പടേ നിത്യം മഹാശത്രു വിനാശനം, ദിഗാലയ പടേ നിത്യം ധനധാന്യ എല്ലാ ധനവും ധാന്യവും ഒക്കെ വന്നു ചേരും. ത്രികാലയ പടേ നിത്യം മഹാപാപ വിനാശനം. പിന്നെയോ എല്ലാ 3-ലേറെ പ്രാവശ്യം ചൊല്ലിയാൽ സർവമംഗളങ്ങളും വന്നു ചേരുന്നതാണ്. അപ്പം അതുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം ഒരു 3 പ്രാവശ്യമൊക്കെ ജപിക്കാൻ സാധിച്ചാൽ എത്ര ഫലമുണ്ടാവും. കനകധാര സ്തോത്രം ആലപിക്കുന്നതും നല്ലതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കൂ. വരാഹി ദേവിയെ ഉപാസിക്കുന്നവർ അമ്മയുടെ ഉപാസനയും തുടരൂ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. യുവാക്കളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. മാതൃസ്വത്തൊക്കെ അധീനതയിൽ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. കടബാധ്യതകൾ തീർക്കുന്നതിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് വഴി അല്പം ധനലാഭം വന്നു ചേരുകയും കടങ്ങൾ കുറയുകയും ചെയ്യും. സുഹൃത്തുക്കളുമായിട്ട് അകലം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നികത്താനായിട്ട് സാധിക്കും. വലിയ പ്രശ്നങ്ങളെ വിജയകരമായി അഭിമുഖീകരിക്കാൻ സാധിക്കും. മനസ്സമാധാനം വർദ്ധിക്കും. ജീവിതത്തിലെ പല വഴിത്തിരിവുകളും അനുകൂലമാക്കി തീർക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ എല്ലാ മംഗളങ്ങളും വന്ന് ചേരുന്നതാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വഴി എല്ലാ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. വൈഷ്ണവി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വ്രതം എടുക്കുമ്പോൾ സർവ്വ ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച ധനാഗമ മാർഗങ്ങൾ
തെളിഞ്ഞു വരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. വിദേശയാത്രയ്ക്കായുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. എതിർപ്പുകളെ അനുകൂലമാക്കി എടുക്കുവാനുള്ള സാധ്യത വന്നു ചേരും. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗം കാണുന്നു. പുതിയ വ്യവസായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കാര്യങ്ങളിൽ ഉറച്ചു മുന്നേറുവാനുള്ള യോഗം കാണുന്നു. ജീവിത നിലവാരം മെച്ചപ്പെടും. നല്ല പഠന സാഹചര്യങ്ങൾ വന്നു ചേരുകയും അത് ആസ്വദിക്കുകയും ചെയ്യും. പഴയ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു പുനഃസമാഗമം അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പൂർവ്വ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംഗമ വേള ഉണ്ടാവുകയും ആ വേളയിൽ മനസ്സ് തുറന്ന് എല്ലാവരും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് സമാധാനം വന്നു ചേരും. പല രംഗത്തു നിന്നും പുതിയ പുതിയ അറിവുകൾ നേടും. തൊഴിൽ രംഗത്ത് തൻ്റെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കും. അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ നടപ്പിലാവും. എല്ലാവിധ മംഗളങ്ങളും നിലനിർത്തി കിട്ടുന്നതിനായി രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കർക്കിടകം രാശി. സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കും. ആർഭാടങ്ങളെല്ലാം നിയന്ത്രിക്കും. എല്ലാ രംഗത്തും വിജയിക്കണമെന്നുള്ള ഒരേ ഒരു ചിന്തയോടെ പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരും. പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾ അല്പസ്വല്പം പരിഹരിക്കപ്പെടും. വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കും. ജോലിയിലെ വഴിത്തിരിവുകൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തും. വിദേശത്തുള്ളവരിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കും. അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തും. പൊതുരംഗം സജീവമാവും. പ്രതീക്ഷകൾ ഫലപ്രദമാകും. ബിസിനസ്സുകാർക്ക് പുതിയ ഇടപാടുകാരെ ലഭിക്കും. നിർത്തിവെച്ച നിർമ്മാണ കാര്യങ്ങൾ തുടരാനാവും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ജഗദീശ്വരിയുടെ രാശിനാഥയായ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മാറ്റം സാധ്യമാവും. അതിന് ശ്രമിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കാം. ജോലിയിൽ പലതരത്തിലുള്ള വഴിത്തിരിവുകൾ വന്നു ചേരുകയും അതിനനുസരിച്ചിട്ട് കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. ആരോഗ്യ പ്രശ്നങ്ങൾ അല്പസ്വല്പം പരിഹരിക്കപ്പെടും. ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കും. പ്രിയജനങ്ങളുമായി ഉണ്ടായിരുന്ന അകൽച്ച കുറയും. സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റുന്നതിനായി പുതിയ ചിട്ടികളൊക്കെ ആരംഭിക്കും. ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഒത്തുവരും. വീട് മൂടി പിടിപ്പിക്കും. തൊഴിൽ സ്ഥലത്ത് അംഗീകാരം വർദ്ധിക്കും. പതിവിലധികം യാത്രകൾ വേണ്ടി വരുമെങ്കിലും വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് വൈഷ്ണവി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ ഐശ്വര്യങ്ങൾക്കുമായി അപേക്ഷിക്കുമ്പോൾ എല്ലാം ആഗ്രഹപ്രാപ്തി വരുന്നതാണ്. ഓം ശ്രീ നമ എന്ന് 108 ജപിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മിയുടെ മൂലമന്ത്ര ജപത്തിലൂടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. ഓം ക്രീം ക്രീം സ്വാഹ വജ്രകോശം വാരാഹി ദേവിയെ നമ എന്ന് രാത്രി 8 മണി മുതൽ 12 മണി വരെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നു. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നു. അതുപോലെ കനകധാര ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ച വ്രതമെടുക്കുന്നത് കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടാകും. പ്രതീക്ഷിക്കാത്ത പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും വന്നു ചേരും. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകും. നല്ല പഠന സാഹചര്യങ്ങൾ ലഭിക്കും. പഴയ സുഹൃത്തുക്കൾ ഒത്തുചേരും. തൊഴിൽ രംഗത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരുവാനുള്ള ആ തീരുമാനം ഒന്നും കൂടി പുനഃപരിശോധിച്ചുകൊണ്ട് ഏറ്റവും ശുഭമായത് തിരഞ്ഞെടുക്കും.
വിശിഷ്ട സദസ്സുകളിൽ പങ്കാളിയാവും. മക്കളുടെ ഭാവികാര്യത്തെക്കുറിച്ച് വലിയ ചിന്തകൾ നടത്തി അതിൽ അവസാന തീരുമാനം അനുയോജ്യമായി തീരും. പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നതാണ്. ജോലി സ്ഥലത്തെ നേതൃസ്ഥാനം വഹിക്കേണ്ടതായി വരും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. ആരോഗ്യം മെച്ചപ്പെടും. വീട് അലങ്കരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി മഹാലക്ഷ്മിയെ പൂജ ചെയ്യുന്നതോടുകൂടി, സർവൈശ്വര്യ പൂജ ചെയ്യുന്നതോടുകൂടി, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി രാശിയിൽ നിൽക്കുന്ന കേതുവിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി സർവ ഐശ്വര്യവും അനുഭവത്തിൽ വന്നു ചേരും. അമ്മയുടെ അനുഗ്രഹത്തിനായി മനസ്സു തുറന്ന് പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരവിനേക്കാൾ ചിലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യം വന്നു ചേരും. സുഹൃത്ത് ബന്ധങ്ങൾ സുദൃഢമാകും. ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും. മാനസിക സംഘർഷം വർദ്ധിക്കുന്നതിനിടവരും. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. ജോലിയിൽ സ്ഥിരത ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകും. വാടക വീട് ഒഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് താമസം മാറേണ്ടതായ സാഹചര്യവും വന്നു ചേരുന്നതാണ്. ലോണുകളെല്ലാം ലഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വഴി സൗഭാഗ്യങ്ങൾ നിലനിന്ന് കിട്ടുന്നതാണ്. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, കനകധാര സ്തോത്രം ആലപിക്കുന്നത്, അതുപോലെ ലളിതാ സഹസ്രനാമം, ലളിതാഷ്ടോത്രത്തെ ജപിക്കുമ്പോൾ സർവ്വ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാനാകും. ജോലി മാറ്റത്തിന് ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. മനസ്സമാധാനം സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കും. ജോലി സ്ഥിരത ലഭിക്കുവാനും സാധ്യത കാണുന്നു. വീട്ടുകാരുടെ പ്രീതി കൈപ്പറ്റുന്നതിനുള്ള യോഗവും വന്നു ചേരുന്നതാണ്. പുതിയ അറിവുകൾ നേടും. ഭാവി കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയൊക്കെ വന്നു ചേരും. ആത്മവിശ്വാസം കൂടും. സാമ്പത്തിക സ്ഥിതിയും അല്പം മെച്ചപ്പെടും. ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവും. ശുഭമായ വഴി, നേർവഴിയിലൂടെ സഞ്ചരിച്ച് എല്ലാം മംഗളമായി തീരുവാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സർവ്വ ഐശ്വര്യങ്ങളും നിലനിന്ന് കിട്ടും. മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് സർവൈശ്വര്യ പൂജയൊക്കെ ചെയ്ത് ലളിതാ സഹസ്രനാമ പാരായണവും കനകധാരാ സ്തവവും അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടവും ഒക്കെ പാരായണം ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ഭഗവതിക്കൊരു ചെന്താമര സമർപ്പിക്കുന്നത്, നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, വെള്ളിയാഴ്ച ഉപവാസം എടുക്കുന്നത്, വൈഷ്ണവി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിക്ക് രാത്രി ഓം ക്രീം ക്രീം സ്വാഹ എന്ന മന്ത്രം ജപിക്കുന്നത്, വജ്രകോശം വാരാഹി ദേവി എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ സൗഭാഗ്യങ്ങൾ നിലനിർത്തി കിട്ടുവാൻ സഹായകരമാകുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരിൽ നിന്നും ഗുണം വർദ്ധിക്കുന്നതാണ്. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നു. കർമ്മപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക നേട്ടം അനുഭവത്തിൽ വന്നു ചേരും. പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകും. പുതിയ മാറ്റങ്ങൾ അത് ഗുണകരമായി തീരും. ആരോഗ്യം അല്പം മെച്ചപ്പെടും. അത് ഇഷ്ടകാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനായുള്ള ശ്രമം വിജയിക്കും. സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കും. അതുപോലെ വിനോദയാത്രകളൊക്കെ സംഘടിപ്പിക്കും. വിവാഹ കാര്യങ്ങളിലും തീരുമാനമുണ്ടാവുന്നതാണ്. ഏത് രംഗത്തും വിജയസാധ്യത പ്രതീക്ഷിക്കാം. അകന്നുപോയവരിൽ നിന്നും അടുപ്പം പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യപ്രാപ്തി വർദ്ധിക്കുന്ന ദിവസമാണ്. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുവാൻ കഴിയും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെയും വരാഹി ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിൽ മാറ്റത്തിനും സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നത് വഴിയാണ് മാറ്റങ്ങൾ വരുന്നത്.
ആർഭാടങ്ങളെല്ലാം നിയന്ത്രിച്ച് കർമ്മരംഗം കൂടുതൽ ശോഭനമാക്കി തീർക്കും. സ്വന്തമായി ചില സംരംഭങ്ങൾ ആരംഭിക്കും. പൊതുവെ തളരാതെ മുന്നേറാൻ പറ്റുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അനുകൂലമായി കടന്നുവരും. അതുപോലെ തന്നെ എതിരാളികളുടെ പ്രവർത്തനങ്ങളെ മറികടക്കുവാൻ കഴിയും. തൊഴിൽപരമായ പ്രതീക്ഷകൾ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ആ പ്രതീക്ഷകൾ വിജയിക്കുന്നത് വഴി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തിക ഉന്നതി പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായ ആശങ്കകൾ നീങ്ങും. ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അറിവുകൾ സിദ്ധിക്കുന്നത് അത് പ്രായോഗികമാക്കുന്നതിന് ശ്രമിക്കും. ഉയർന്ന അവസരങ്ങൾ ഇനിയും തേടി വരുമ്പോൾ എല്ലാം നല്ലതുപോലെ ആലോചിച്ച് ഏറ്റവും ശുഭമായത് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. രാശിനാഥനായ ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയെയും ഒക്കെ പ്രാർത്ഥിച്ച് ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹത്തോടുകൂടി മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. സാഹസികതയൊക്കെ അല്പം വർദ്ധിക്കുന്ന ദിവസവുമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റുമൊക്കെ പ്രദർശിപ്പിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ സംഘടിപ്പിക്കും. നല്ല വിദേശ അവസരങ്ങളെ ലഭിക്കുകയും അത് പാഴാക്കാതെ നോക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തും. കൃഷി കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കും. മനോധൈര്യം വർദ്ധിക്കും. അകന്നുപോയ വ്യക്തികളുമായി രമ്യതയിൽ പെരുമാറും. വീട് പണി പുനരാരംഭിക്കും. പ്രിയപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. സമ്മാനങ്ങളൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ മനസ്സിനിണങ്ങിയ സന്തോഷവും സമാധാനവും ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ശാന്തൻ സ്വാമിമാരെ, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഉപാസനാബലം കൂട്ടുകയും മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങളിലും ഉള്ള ഒരു ഉൾക്കാഴ്ച വർദ്ധിക്കുന്നതാണ്. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുകയും ആ പരിചയം ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കുകയും ചെയ്യും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഒരു തന്ത്രം രൂപീകരിക്കുകയും പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കി അത് അംഗീകരിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യും. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകളെല്ലാം മാറിക്കിട്ടും. പ്രിയജനങ്ങൾക്ക് വേണ്ടി ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. നിയമ തടസ്സങ്ങളെയെല്ലാം മറികടക്കും. സൗഹൃദങ്ങൾ വഴി പുതിയ പുതിയ ആശയങ്ങൾ പ്രാബല്യത്തിലാക്കാൻ ശ്രമിക്കും. പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ജോലിയിലെ സാധ്യതകൾ മനസ്സിലാക്കി കർമ്മരംഗത്ത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സൽപ്പേര് നേടും. തൊഴിൽപരമായ പുതിയ നീക്കങ്ങൾ പൊതുജനം അംഗീകരിക്കും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു. സമൂഹത്തിലെ അഭിപ്രായവും മാനിക്കും. സമൂഹത്തിലെ അഭിപ്രായങ്ങൾ സൽപ്പേരിന് വഴിയൊരുക്കും. ഭാവി ശ്രേയസ്സിന് വേണ്ടി നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തും. കൂട്ടായ പ്രവർത്തനങ്ങൾ വിപുലമാക്കാൻ കഴിയും. കർമ്മരംഗത്തുണ്ടാകുന്ന എല്ലാവിധ അഭിവൃദ്ധിയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക അഭിവൃദ്ധിയും വരാഹിയമ്മയുടെയും കുടുംബ പരദേവതയുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി അമ്മയ്ക്കൊരു നെയ്ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാശിനാഥൻ്റെ മഹാവിഷ്ണുവിൻ്റെയും കൂടി അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. സർവ്വ ഐശ്വര്യവും നിലനിന്ന് കിട്ടുവാൻ മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും ശ്രീനാമം ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.